ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫുഡ് ആൻഡ് ബിയോണ്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുന്നേ അരിമാവ് കൊണ്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മൈദാപ്പൊടിയും റവയും കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു നെയ്യപ്പമാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ ഈസിയായി ചെയ്യാൻ കഴിയുന്ന റെസിപ്പിയാണിത്. അതുപോലെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാം എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റായി റെഡിയാക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാമാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. മെഷറിംഗ് കപ്പായി ഉപയോഗിച്ചിട്ടുള്ളത് 240 ml ഈ ഒരു കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ 240 ml ആ കപ്പ്, 1 കപ്പ് മൈദാപ്പൊടി, അതേ കപ്പിൽ 1/2 കപ്പ് റവ, 1/2 കപ്പ് പഞ്ചസാര, പിന്നീട് 1 ടീസ്പൂൺ കറുത്ത എള്ള്, അത് കഴുകി ഒരു സ്ട്രെയിനറിൽ ഇട്ടതാണ്, പിന്നീട് 2 ഏലക്ക, പിന്നീട് ആവശ്യത്തിന് ഒരു അല്പം ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ചേർന്ന് കിട്ടും. അപ്പം ഞാൻ ഓരോരോ ഇൻഗ്രീഡിയൻസായി മിക്സി ജാറിലേക്ക് ഇടട്ടെ. അപ്പം ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തു. അപ്പം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരല്പം വെള്ളം ആദ്യം ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഒഴിക്കുവാണ്. കൂടുതലൊന്നും ഒഴിക്കരുത്, ഒരു 2 ടീസ്പൂൺ വെള്ളം മാത്രമേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഈ കാണുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇടട്ടെ. അപ്പോൾ ആദ്യം ഞാൻ മൈദാപ്പൊടി ഇടുവാണ്, പിന്നീട് ഞാൻ റവ ഇട്ടു, അതിനുശേഷം പഞ്ചസാര ചേർക്കാം, പിന്നീട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഏലക്ക ചേർക്കുവാണ്. അതിനുശേഷം ഒരല്പം വെള്ളം കൂടെ ചേർത്തൊന്ന് അരക്കട്ടെ. കൂടുതൽ വെള്ളം ചേർക്കാനേ പാടില്ല, കാരണം ഈ പഞ്ചസാരയൊക്കെ പിന്നെ നമ്മൾ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ നല്ലപോലെ വെള്ളമായി മാറും. അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നിന്ന് കൂടി പോകും. ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊന്നിത് അരച്ച് നോക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇളം ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാനിതൊന്ന് ഫസ്റ്റ് അരച്ച് നോക്കട്ടെ. അപ്പം ഞാനിത് അരച്ചെടുത്ത് കഴിഞ്ഞു. ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർക്കാം. അത് ഞാനിതൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ചേർത്ത് ഞാനിതൊന്ന് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്തു. എന്നതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യട്ടെ. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് ആ ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്ന വരെ ഇളം ചൂടുവെള്ളം ചേർത്തിത് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ആ ഇഡ്ഡലി മാവിൻ്റെ ഒരു അയവ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർക്കുവാണ്. ആ മധുരം ഒന്ന് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് നമ്മൾ നേരത്തെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ഈ എള്ള് കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നെയ്യപ്പം ചുടാം. അപ്പോൾ ഇത് അടച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ച് കത്തിക്കാം. ചെറിയൊരു ഇരുമ്പിൻ്റെ പാനാണ്. അത് നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചേർത്ത് ചൂടാക്കാം. അധികം ഓയിൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അല്പം ഓയിൽ ചേർത്ത് വെച്ചത്. ഇനി ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായി കഴിഞ്ഞു. നമുക്കിങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മൾ കയ്യിലേക്ക് ചൂട് കിട്ടുമ്പോഴാണ് ഓയിൽ ചൂടാകുന്നതെന്ന് ഞാൻ മുന്നേയൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഓയിൽ ചൂടാവാതെ നമ്മൾ ഒരിക്കലും മാവ് കോരി ഒഴിക്കരുത്. അപ്പോൾ തീ കൊടുക്കേണ്ടത് എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമാണ്. ഇങ്ങനെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ചെയ്യുമ്പോഴൊക്കെ ആ ലോ ടു മീഡിയം ഫ്ലെയിമാണ് നല്ലത്.
ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച വഴി തന്നെ അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണമാണ് ലോ ടു മീഡിയം ഫ്ലെയിം കൊടുക്കേണ്ടത്. അപ്പോൾ മാവ് നമ്മൾ മിക്സ് ചെയ്ത് വേണം ഓരോ പ്രാവശ്യവും കോരി ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അടിഭാഗത്ത് സെറ്റിലായി പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കോരി ഒഴിക്കാൻ വേണ്ടി മാവ് നല്ലോണം മിക്സ് ചെയ്തു. ഈ തവ വലിയ തവയാത് കാരണം ഞാനിതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ മാവ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇതുപോലെ എണ്ണ സൈഡിൽ നിന്ന് മിഡിൽ ഭാഗത്തേക്ക് തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഭാഗം പൊങ്ങി വന്നോളും. വന്നതിന് ശേഷം ഈ തവ വെച്ച് നമ്മളെ ഈ കോരിയെടുക്കാനുള്ള തവയില്ലേ അത് വെച്ച് സാവധാനം മിഡിൽ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും മിഡിൽ ഭാഗം പൊങ്ങി കിട്ടും. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തവ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഭാഗം ഇങ്ങനെ പൊങ്ങി ഉള്ളിൽ നല്ലപോലെ അറകൾ വന്നുള്ളൂ. ഒരു ചെറിയ ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ അരിമാവ് വെച്ചാണ് നെയ്യപ്പം ചുട്ടെടുക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ അത് കുതിർത്തിടണം, പിന്നീട് അരച്ച് ഫെർമെൻറ്റേഷന് വെക്കണം. എന്നതിന് ശേഷം മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ചുട്ടു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കണം തോന്നുവാണെങ്കിൽ പെട്ടെന്ന് കലക്കി ഒരു 15 മിനിറ്റോട് നമുക്കിത് റെസ്റ്റ് കൊടുത്ത് ചുടാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റായ ഒരു നെയ്യപ്പാണിത്. നല്ല ടേസ്റ്റും ആയിരിക്കും. വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അത് കാരണം മൈദാപ്പൊടി ചേർത്ത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു വിഷമമൊന്നും വേണ്ട. വല്ലപ്പോഴും ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കോരിയെടുക്കട്ടെ. കോരിയെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത്തിരി നേരം ഒന്ന് എണ്ണ വാരാൻ വെച്ച് പിന്നീട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ആദ്യം സ്ട്രെയിനറിലേക്കാണ് ഇടാറ്. ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത അപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിക്കട്ടെ. ഒന്ന് മിഡിൽ ഭാഗത്ത് ഇതുപോലെ നമുക്ക് തവ വെച്ചൊന്ന് ജസ്റ്റ് സാവധാനം പ്രസ് ചെയ്താൽ മതി. അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പൊട്ടിപ്പോവും. ഇത് കണ്ടില്ലേ, ഇപ്പം എന്താ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പൊങ്ങി വന്നില്ലേ? അത് നോക്കി, അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ലപോലെ പൊങ്ങി വന്നു. ആദ്യത്തെ അപ്പം ആയിരിക്കും ചിലപ്പോൾ ഫെയിലറായിട്ട് വരിക. പിന്നീട് നല്ല പോലെ എണ്ണയൊക്കെ അതിൻ്റെ കറക്റ്റ് പാകത്തിന് ചൂടായിട്ടുണ്ടാവും രണ്ടാമത് നമ്മൾ അപ്പം ഒഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ആദ്യത്തെ അപ്പം അഥവാ ഫെയിലർ ആണെന്നുണ്ടെങ്കിലും രണ്ടാമത് ഒഴിക്കുന്നതെല്ലാം നല്ല സക്സസ് ആയി വരും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗവും ഒക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് തവ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല അറകൾ പോലെ ആയിട്ടും ഉണ്ടാവും. നല്ല ഗോൾഡൻ കളറിലേക്ക് ഇതിൻ്റെ അടിഭാഗം വന്ന് ഇനി മറ്റേ ഭാഗം വന്ന് അതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ മൈദപ്പൊടിയും റവയും ചേർത്തുണ്ടാക്കുന്ന ഇൻസ്റ്റൻ്റായ നെയ്യപ്പം മുഴുവൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ 1 കപ്പ് മൈദപ്പൊടിയല്ലേ എടുത്തത്. ഇതിനെ കൊണ്ട് ഒരു 7 അപ്പങ്ങൾ ചുടാൻ പറ്റി. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഇത് പോരെ. ഇനി വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദാപ്പൊടിക്ക് പകരം 2 കപ്പ് എടുക്കുക. അതിനനുസരിച്ച് റവയും പഞ്ചസാരയും കൂട്ടിക്കൊടുത്ത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീടൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസൊക്കെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത വഴി തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. കണ്ണൂർക്കാരുടെ ഇതുപോലുള്ള പുതിയ പുതിയ ഡിഷസൊക്കെ പുതിയ ജനറേഷനെ പരിചയപ്പെടുത്തുന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ.
വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.